വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നാണ് കേട്ടോ ഋതുവിൻ്റെ തല മുട്ടടിക്കാൻ വേണ്ടിയിട്ട് പളനിക്ക് പോണത്. എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കാറിൽ പോകാമെന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കാറായിട്ട് അങ്ങനെ പോകാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറേ നേരം ഇങ്ങനെ കാറിലിരിക്കുമ്പോൾ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അല്ല. അതാണ് നമ്മൾ മെയിനായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് നല്ല ക്ഷീണവും. അതാണ് നമ്മൾ മെയിനായിട്ട് ട്രാവലർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശ്രേയ ഉണ്ടായിരുന്നില്ല, അവന് എക്സാം ആയ കാരണം അവനുണ്ടായിരുന്നില്ല പെരുമ്പടപ്പെന്ന്. അമ്മയും ചേച്ചി ഉണ്ണിയാളും ഉണ്ടായിരുന്നു. പിന്നെ ചെറുത്തൻ്റെ വലിയമ്മ അമ്പുമ്മ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തലേ ദിവസം വിചാരിച്ചിരുന്നു കേട്ടോ ഒരു 4-4.5 മണിക്കൂറോളം ഉണ്ട് ട്രാവലിംഗ് ടൈം. അപ്പോൾ ബോറടിക്കുന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ നല്ല അടിച്ച് പൊളിച്ച് എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ കളിച്ച് നല്ല സെറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പേഴ്സണലി എനിക്ക് എന്തോ ഫുഡ് അധികം ഇഷ്ടമായില്ല. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കും അധികം ഫുഡൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ണിയാളേനായിട്ടൊക്കെ കുറച്ച് നേരം കളിച്ച് അവർക്കൊന്ന് ഇത്ര നേരം വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വരുന്നതല്ലേ, അപ്പോൾ അവർക്കൊന്ന് റിലീഫ് ആയിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം പാർക്കിലൊക്കെ ഇരുന്ന്. പിന്നെ സീസോയിൽ ഞങ്ങൾ എല്ലാവരും കയറി കേട്ടോ. കുറേ നേരം ഞങ്ങളൊക്കെ കളിച്ചപ്പോഴത്തേനും അവിടെ ഉള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വലിയ ആൾക്കാരൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഋതു ഒന്നും തീരെ കരഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചായിരുന്നു ഇത്ര അധികം നേരമൊക്കെ വണ്ടിയിലിരിക്കുമ്പോൾ മേ ബി അവൻ കരയും, വാശി പിടിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഭയങ്കര ഓക്കെ ആയിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞ പോലെ കുറേ നേരം നമ്മളവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഡാൻസ് കളിക്കാനുള്ള ഒരു എനർജിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറുതായിട്ടൊക്കെ നമ്മളിങ്ങനെ കളിച്ചെങ്കിലും വല്ലാതെ രാവിലത്തെ അത്ര എനർജി ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചെത്തുമ്പോഴത്തേനും ചെക്ക് പോസ്റ്റ് എത്തി. അവിടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഡ്രൈവറാണ് കേട്ടോ എല്ലാം നോക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പളനി എത്തി. പളനിയിലുള്ള ഒരു ശുഭം എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ഛനും അമ്മയും ശരത്തേട്ടനും ഒക്കെ പണ്ട് മുതലേ പോണ സമയത്ത്, ചേച്ചിയൊക്കെ കൂടി പണ്ട് മുതലേ പോണ സമയത്ത് ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലാണ് ഈ ശുഭം എന്ന് പറയുന്നത്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം റൂം. ഇതായിരുന്നു റൂം. നമ്മൾ 2 റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 8-9 പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ 2 റൂമായിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ബെഡും അതേപോലെ തന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു റൂമിൽ വരിക. അങ്ങനത്തെ നമ്മൾ സെയിം 2 റൂമുകൾ. ഇതിൻ്റെ തൊട്ടടുത്ത് നോക്കി ഈ ഒരു ജനലിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അമ്പലം കാണാം. അത്ര അടുത്തായിരുന്നു. അത് കാരണം തന്നെ നമുക്ക് നല്ല എളുപ്പമായിരുന്നു കേട്ടോ. ഫ്രഷായിട്ട് അമ്പലത്തേക്ക് മല കയറാൻ പോകാനും പിന്നെ ഋതുവിനെ നമ്മൾ ഇവിടെ നിന്ന് മുടി വെട്ടാനൊക്കെ വീണ്ടും കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരുന്നു. നമുക്കൊന്ന് ഫ്രഷായി വരാനൊക്കെ അധികം സമയമില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരുന്നു കേട്ടോ. അത് നമ്മളിതൊക്കെ കഴിഞ്ഞു നേരെ ഫ്രഷ് ആവണതിൻ്റെ മുന്നേ തന്നെ ഋതുവിനായിട്ട് മുട്ട അടിക്കാൻ പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുട്ട അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ അമ്പലത്തിൽ കയറാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഫ്രഷ് ആവണതിൻ്റെ മുന്നേ തന്നെ ദേവസ്വത്തിൻ്റെ അണ്ടറിൽ തന്നെയുള്ള ഈ മുടി വെട്ടുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെയും കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ നമ്മൾ അവിടെ പോയി ചോദിച്ചു. അതിൻ്റെ ഒരു എവിടെയോ ശരത്തേട്ടൻ പോയി ചോദിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ചില ആൾക്കാർ റൂമിൽ വന്നിട്ട് മുടി വടിക്കുന്ന ആൾക്കാരുണ്ട്. ചില ഉണ്ണികളൊക്കെ ഭയങ്കര കരയില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് റൂമിലേ വരുന്ന പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പോയപ്പോഴും അവളുടെ ഉണ്ണിക്കൊക്കെ ഇങ്ങനെ റൂമിൽ വന്നിട്ട് അത്രയും മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഋതുവിനെ അങ്ങനെ റൂമിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര കരച്ചിലാവുന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൻ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഞങ്ങൾ അവന് ഫോണിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഒതുക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എങ്ങാനും കരഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ബ്ലേഡ് വെച്ചിട്ടാണല്ലോ മുടി എടുക്കുന്നത്. അപ്പോൾ തലയൊക്കെ മുറിയോ എന്നുള്ളൊരു പേടിയായിരുന്നു. എനിക്ക് ശരത്തേട്ടനും ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇൻ കേസ് കരഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തലയിലൊക്കെ മുറിയാവുമല്ലോ. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷെ എന്തോ ഭാഗ്യം അവന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര ഒതുങ്ങിയിരുന്നുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ഓക്കെ ആക്കിയിട്ട് ഇരുത്തുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ മുടി വടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ചില ആൾക്കാർ റൂം എടുക്കാത്ത ആൾക്കാരുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ ഡയറക്റ്റ് വന്ന് തൊഴുക, മുടി വടിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ മുടി വടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികളെ കുളിപ്പിക്കേണ്ട ഒരു ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചന്ദനമൊക്കെ അവിടെ നിന്ന് തന്നെ തേക്കും. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്ത കാരണം നമ്മൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്ത കാരണം തന്നെ നമ്മൾ ഋതുവിനായിട്ട് റൂമിലേക്ക് വന്നു. അവർ ചന്ദനം കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. കളഭം നമ്മൾ റൂമിൽ നിന്ന് അവനെ തേച്ച് കൊടുത്തിട്ടാണ് നമ്മൾ മല കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്പലത്തേക്ക് പോകുമ്പോൾ ഫോണ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല കേട്ടോ. നമ്മളത് റൂമിൽ വെച്ചിട്ടാണ് മല കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വൈകുന്നേരമാണ് മല കയറിയത്. പിറ്റേ ദിവസം കാലത്ത് നമ്മൾ താഴെ നിന്ന് തൊഴുതിട്ട് അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യണ തിരക്കൊക്കെ ആയിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൻ്റെ താഴെ തന്നെ അവിടെ നിന്ന് തന്നെയായിരുന്നു നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇത് റൂം വെക്കേറ്റ് ചെയ്യണ ആ ഒരു തിരക്കാണ്. എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട ആ ഒരു തിരക്കിലായിരുന്നു. ഋതും ഉഷാറായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ
ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആദിയോഗി ഈശ ഫൗണ്ടേഷൻ്റെ അവിടേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോകാമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് അതായത് നാട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ ശരത്തേൻ്റെ അമ്മയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടേക്ക് എന്തായാലും പോകണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ കൂടെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സെയിം ട്രിപ്പാണെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെയാണ്, വലിയ അധികം ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടും കൂടിയും പോയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന, അതായത് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും, ആദിയോഗിയുടെ അവിടെ എത്തുമ്പോഴത്തേനും ഭയങ്കര മഴയാവും, നമുക്ക് ശരിക്കും പോലെ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുത്തെ ആ ഒരു വൈകുന്നേരത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ സമയമാകുമ്പോഴത്തേനും മഴയൊക്കെ മാറി നമുക്ക് നല്ല രീതിയിൽ അവിടെ ഇരുന്ന് കാണാനൊക്കെ പറ്റി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇനി അടുത്ത ദിവസം തന്നെ എഡിറ്റ് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ മല കയറുന്ന സമയത്തൊക്കെ ഋതു ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് അവനും കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് പാവം തോന്നിയിട്ടാണ് ഞങ്ങൾ അവനെ എടുത്തത്. അവൻ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവന് തന്നെ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അവൻ ഇങ്ങനെ എടുക്കാനൊന്നും തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾ ടുഗദർ നമുക്ക് പോയ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.